നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ഒരു നരേന്ദ്രമോദി ക്ഷേത്രം ഉയരുമോ? അങ്ങനെ വേണം ഊഹിക്കാൻ. കാര്യങ്ങളുടെ ഗതിവിധികൾ ആ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അധിനിവേശത്തിൻ്റെ തിരുശേഷിപ്പായിരുന്നു ബാബറി മസ്ജിദ്. മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബറിൻ്റെ തേരോട്ടത്തിൻ്റെ ഭാഗമായായിരുന്നു ബാബറി മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടത്. അതിനു മുമ്പ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും ഇല്ലെന്നും ചരിത്രകാരന്മാരുടെ തർക്ക വിതർക്കങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല എങ്കിലും അത് ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് ഒരു അവകാശപ്പെട്ടതാണ് എന്ന സമരസപ്പെടലിലാണ് ഒടുവിൽ സുപ്രീം കോടതി എത്തിയത്. അടുത്ത് തന്നെ ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നതിനുള്ള ഭൂമിയും ഫണ്ടും സുപ്രീം കോടതി അനുവദിക്കുകയും ഉണ്ടായി. അങ്ങനെയായിരുന്നു സുപ്രീം കോടതി വിധി തീർപ്പാക്കിയത്. ഇതിനപ്പുറം ഒരു വിധി ഒരു കോടതിക്കും നൽകുവാൻ പറ്റില്ല എന്നുള്ളതാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ഒരു സത്യം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹൈന്ദവ ഇസ്ലാം മത വിശ്വാസികൾ അവരുടെ പരമോന്നത നീതിപീഠത്തിന്റെ വിധി അംഗീകരിച്ചത്. ബാബറി മസ്ജിദിന് ഭൂമി അനുവദിച്ചതിൽ തീരെ ചെറിയ ന്യൂനപക്ഷ വിഭാഗം ഹിന്ദുക്കൾക്കും അയോധ്യയിലെ വിവാദ മന്ദിരം ഇരുന്ന ഭൂമി ക്ഷേത്രത്തിന് വിട്ടുകൊടുത്തതിൽ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തിനും അതൃപ്തി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇരു കൂട്ടരും അത് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യയുടെ ഇടനെഞ്ചിലേറ്റ ആ മുറിവ് പഴുത്ത് വ്രണമായി ഈ മഹാരാജ്യത്തിന്റെ ജീവൻ തന്നെ അപഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നവർ ചിന്തിച്ചു. ഹിന്ദു മുസ്ലിം ഭൂരിപക്ഷ വിഭാഗങ്ങൾ വിശാല മനസ്സോടെ അംഗീകരിച്ച ഈ വിധി ഇന്ത്യയുടെ സമാധാന ഭൂമികകളിൽ ഒരു ഇളം കാറ്റ് വീശാൻ അത് ഇടയാക്കിയിട്ടുണ്ട് എന്ന സത്യം ആർക്കും നിഷേധിക്കുവാനാവാത്തതാണ്. 1950-കൾ മുതൽ ഇന്ത്യയുടെ മുഖത്തെ ഒരു വരട്ടു ചൊറിയായിരുന്നു അത്. പരസ്പര മത്സരങ്ങളുടെയും കയ്യേറ്റങ്ങളുടെയും ഒടുവിൽ കോടതി ഇടപെട്ട് മന്ദിരം അടച്ചിടുകയും ഒരു ഇടവേളകളിൽ അവിടെ ക്ഷേത്ര ശിലാന്യാസം നടക്കുകയുമാണ് ഉണ്ടായത്. അതിൻ്റെ ഉത്തരവാദി ആരെന്നുള്ള പോസ്റ്റ്മോർട്ടത്തിനൊന്നും ഇനിയൊരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. VP സിംഗിന്റെ ഭരണകാലത്ത് LK അദ്വാനി നടത്തിയ രഥയാത്രയെ ബീഹാറിൽ അന്നവിടെ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് തടയുകയും RSSന്റെ നേതൃത്വത്തിൽ ഹിന്ദു സംഘടനകൾ മന്ദിരം കയ്യേറുകയും ചെയ്തതോടെ ഒരു അഗ്നിപർവ്വതമായി മാറി ഇന്ത്യയെ ഒരു പൊട്ടിത്തെറിയിൽ നിന്നും രക്ഷിക്കുവാൻ വീണ്ടും കോടതി ഇടപെട്ടതോടെയാണ് ഇന്ത്യ ഒട്ടൊന്ന് ശാന്തമായത്. 1998-ൽ RSS പരിവാർ സംഘടനയായ BJPയുടെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിലേറിയെങ്കിലും അവർ രാമക്ഷേത്രം പണിയുന്നതിന് അവരുടെ അജണ്ടയിൽ എടുത്തിരുന്നില്ല. AB വാജ്പേയിയുടെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ദ്രാവിഡ കക്ഷികളെല്ലാം ചേർന്ന മുന്നണി തങ്ങളുടെ പ്രകടന പത്രികയിൽ നിന്ന് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ അകറ്റി നിർത്തിയിരുന്നു. എന്നാൽ സംഘപരിവാർ സംഘടനകളുടെ മുഖ്യ അജണ്ടയായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം. കോടതിയിൽ കേസ് നടക്കുമ്പോൾ തന്നെ അവരതിന് ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനെതിരെയുള്ള പ്രതിരോധ ശ്രമങ്ങളും നടന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായിരുന്നു 2002-ൽ ഗുജറാത്തിൽ ഉണ്ടായ കലാപങ്ങൾ. അവിടെ ഒരു താരോദയം സംഭവിക്കുകയായിരുന്നു. ഇന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്ന ശക്തിസ്തംഭത്തിൻ്റെ ഉദയം അവിടെയായിരുന്നു. ആ ഉദയ വികാസ പരിണാമം മോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തിച്ചു. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പാർട്ടിയുടെ അജണ്ടയായിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയ കാലം മുതൽ അതിനുള്ള ശ്രമവും തുടങ്ങിയിരുന്നു. 2019-ൽ കോടതി വിധി വന്നതിനെ തുടർന്ന് പ്രവർത്തനം തീവ്രമായി. 2020-ൽ ക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ നടന്നു. ഇതു ചെയ്തത് ക്ഷേത്രപാലകനായി നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു മതത്തിൻ്റെ ആരാധനാലയത്തിന് ഭൂമി പൂജ നടത്തുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം പ്രസക്തവുമാണ്. സാങ്കേതികമായി അതിൽ തെറ്റില്ലെങ്കിലും ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യം സാമൂഹിക അന്തരീക്ഷത്തിൽ ഇന്നും അലയടിക്കുന്നുണ്ട്. അതെന്താണെങ്കിലും 2024-ൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതും പ്രധാനമന്ത്രി തന്നെയാണ്. ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസം, അതായത് 2025 നവംബർ 25-ന് ധ്വജാരോഹണം നടത്തി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതായി പ്രഖ്യാപിച്ചതും പ്രധാനമന്ത്രി തന്നെയാണ്. ഹൈന്ദവ ക്ഷേത്രാചാര പ്രകാരം ഈ കർമാനുഷ്ഠാനം ക്ഷേത്രപാലകന്റെ ഉത്തരവാദിത്തമാണ്. എന്നുവച്ചാൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിനാണ് ക്ഷേത്ര നടത്തിപ്പിന്റെ ചുമതലയെങ്കിലും അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര ട്രസ്റ്റിനാണ് ക്ഷേത്ര നടത്തിപ്പിന്റെ ചുമതലയെങ്കിലും ഇനി ക്ഷേത്രം ഉള്ളിടത്തോളം കാലം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആണെങ്കിലും അല്ലെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രപാലകൻ നരേന്ദ്രമോദി തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ള ക്ഷേത്രപാലകൻ വിഷ്ണുപാദം പൂകിയാൽ
അഥവാ മരിച്ചാൽ അവരുടെ ഭൗതികദേഹം ഏത് മണ്ണിലടക്കിയാലും ആത്മാവിന് ക്ഷേത്രത്തിലെ ദേവപാദത്തിലായിരിക്കുമെന്നാണ് സങ്കല്പം. ഈ ആത്മാവിനെ ക്ഷേത്ര സന്നിധിയിൽ തന്നെ ആസ്ഥാനം നൽകി കുടിയിരുത്തണമെന്നാണ് ശാസ്ത്ര വിവക്ഷ. ഈ രീതിയിൽ കേരളത്തിൽ തന്നെ പല ക്ഷേത്രങ്ങളിലും പലരെയും കുടിയിരുത്തപ്പെട്ടിട്ടുമുണ്ട്. കാലക്രമേണ ഇവർ ഉപദൈവങ്ങളായി ആചരിക്കപ്പെടാറാണ് പതിവ്. ഈ വിശ്വാസ പ്രമേയം അവലംബിച്ചാൽ തന്നെ നരേന്ദ്രമോദി അയോധ്യയിലെ ക്ഷേത്ര സമുച്ചയത്തിൽ കുടിയിരുത്തപ്പെടുകയും കാലക്രമേണ അവിടെ ക്ഷേത്ര നിർമ്മാണം നടക്കുകയും അദ്ദേഹത്തെ ദൈവമായി പൂജിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. കൂടുതൽ വാർത്താവിശേഷങ്ങൾ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.